എത്ര മണിയാകുമ്പോഴാണ് അവരിവിടെ ഉള്ളത്? ഏകദേശം അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആ കാർ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് പിന്നെ ഇവര് കണ്ടാച്ചൊക്കെ നല്ല പോയി. ഈ വെളുത്തുള്ള ചെക്കൻ നല്ല പോയി. അതായത് ഞാൻ അവൻ്റെ ഒരു കൂട്ടുകാരനാണ്. ഈ ഇവിടെ വെളുത്തുള്ള ഒന്നല്ല. പക്ഷേ ഈ പെണ്ണിൻ്റെ കൂടെ വേറെ ചെക്കന്മാരുണ്ടായിരുന്നു. വെളുത്തിട്ട് അവർ പറഞ്ഞ ഹസ്ബൻഡ് പറഞ്ഞു അവൻ ഹസ്ബൻഡാന്ന് പറഞ്ഞു. അത് ആ വെളുത്തുള്ള ചെക്കൻ ഹസ്ബൻഡാന്ന് പറഞ്ഞു. ആ പോക്ക് പറഞ്ഞു അവരാണ് പറഞ്ഞത്. പിന്നെ പൊക്കോള് കാലത്ത് അവൾ കണ്ട് തള്ളാൻ പോയത്. തള്ളാൻ പോയിട്ട് അവൻ അങ്ങോട്ട് പോയത്. ആളാ കണ്ടില്ല. അപ്പൊ ഈ ഇവിടുന്ന് സ്കെൽറ്റ് ആയിട്ടുള്ള തല്ലാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയതാണ്. പിന്നെ കൂടെ 2 ചെക്കൻ ഉണ്ടായിരുന്നു. ഒരു വണ്ണമുള്ള ചെക്കൻ നല്ല താടി വെച്ചിട്ട് ഒരു ഒളിഞ്ഞ ചെക്കൻ. ഞാനൊരു ഫോട്ടോ കാണിച്ചാട്ടെ, അവിടെ കണ്ടാൽ മനസ്സിലാവോ എന്താ സംഭവം ശരിക്കും? എന്താ സംഭവം എന്ന് വെച്ചാല് ഒരു ഒളിച്ചോട്ടാണ് സംഭവം. അരെ ഈ പെണ്ണ് ഹസ്ബൻഡിനെ ഒഴിവാക്കിയിട്ട് ഒളിച്ചോടിയതാണ്. അപ്പൊ പിന്നീട് അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അടിപ്പിക്കുകയൊക്കെ ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അടിപ്പിച്ചു അവനെ. അവനെ അടിപ്പിച്ചു, നല്ല അടി അടിപ്പിച്ചു. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചതേ. ഒരു മിനിറ്റ് ഒന്നുമില്ല, ഒന്നേ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി വന്നതാ. കാരണം എന്താ വെച്ചാൽ പ്രശ്ന കേസുകളൊന്നുമില്ല. ഇവനെന്താ അമ്മ വെച്ചാൽ എന്താണ് ഈ പെണ്ണ് പറയുന്നത് ഞാൻ ഒറ്റക്കാണ് വന്നതെന്നാണ് പറയുന്നത്. ഞാൻ അവിടെ പോയി ചോദിച്ചപ്പോഴും ആ പെണ്ണിൻ്റെ കൂടെ 3 ആളുണ്ട്. അതിൽ ഇവിടെ നിന്നാണ് പോയില്ല, എത്താൻ തല്ലാൻ പോയില്ല. ആ സ്കെൽറ്റായിട്ടുള്ള അവനാണ് ശരിക്കും ഹസ്ബൻഡ്. ബാക്കിയുള്ളത് വെളുത്തിട്ട് താടിയൊക്കെ വെച്ചിട്ട് കുറ്റിത്താടിയൊക്കെ വെച്ചിട്ട് പൊക്കുള്ള ആള്. പിന്നെ ഇവനൊരു ഹൈറ്റ് ഉണ്ടാവും. അവനൊരു ആയിട്ടുള്ള ആള്. 3 പേരും ഉണ്ടായിരുന്നു. അവിടെ ഇടി ഉണ്ടാക്കി. അത് ആട്ടക്കാരെല്ലാം പിടിക്കാൻ പോയതാ. കോട്ടക്കാരെ ആട്ടക്കാരെല്ലാം പിടിക്കാൻ പോയതാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ബാക്ക് ഉണ്ടായിരുന്നു. ബാക്ക് ഉണ്ടായിട്ട് ഫോട്ടോ കാണിച്ചത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കില്ല. ഫോട്ടോ കാണിച്ചാൽ മനസ്സിലാവും. ഒറ്റ ഞാൻ കാണിച്ചത് ശരിക്കും ഇപ്പൊ എന്താ ഇപ്പൊ അത് ആ പ്രശ്നം തീർന്നില്ലേ? ആ പ്രശ്നം തീർന്ന്. പക്ഷെ എന്താ വെച്ചാല് ഇവനല്ലേ ഇവിടെ തുടങ്ങിയ ഇവനല്ലേ ഇവിടെ വന്ന പയ്യൻ വെളുത്തുള്ള ഹസ്ബൻഡ് സ്കെൽറ്റായിട്ടുള്ള ഇവനായിരിക്കും വെളുത്തുള്ള പയ്യൻ. ഞാൻ അവനെ ഫോട്ടോ വേറെ കാണിച്ചു തരാം. ഈ പെണ്ണാണ് വന്നത്. ഈ പെണ്ണായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ. ഇവന്റെ സംഭവം എന്താ? ഞാൻ ബ്ലോഗറാണ്. യൂട്യൂബർ. അപ്പൊ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടായി എന്ന് പറഞ്ഞു. ഇവിടെ വെച്ചിട്ടുണ്ടായി. തിരൂർ എൻ്റെ നാടല്ലേ. അപ്പൊ ഇവള് പറയുന്നത് ഫുൾ കളവാ. ഇവള് പറയുന്നത് കാമുകൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റക്കാണ് വന്നെന്ന് പറയുന്നത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും 3 പേരുണ്ട്. അതിൽ ലല്ലു എന്ന് പറയുന്ന പയ്യനും ഉണ്ട്. പക്ഷെ ഇവള് പറയുന്നത് തിരൂർ ഇവിടുന്ന് വന്ന് പ്രശ്നമായി അപ്പം തന്നെ പോലീസ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പത്തെ ഓപ്പോസിറ്റിലുള്ള ഷോപ്പേരും പറഞ്ഞ് ഒരു പെണ്ണ് അവിടെ വന്നിട്ട് സീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ CCTV നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പുറത്തെ ഒരു കാറായിട്ട് വന്നത്. അങ്ങനെ ഈ ചെക്കൻ്റെ ഈ ചെക്കൻ്റെ ഫുള്ള് കുറ്റങ്ങൾ ഈ ചെക്കൻ്റെ മേത്തിക്ക. നിങ്ങളാണോ ഹോട്ടൽ? ഇത് നിങ്ങൾ ഹോട്ടലാ? ഞാൻ ഫോട്ടോ കാണിച്ചരാ. ശരിക്കും പറഞ്ഞില്ല ഹസ്ബൻഡ്. ആദ്യം ആ 2 പേരും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ 3 പേരും സംസാരിച്ചു. പെണ്ണോട് സംസാരിച്ചു. ഇവനാത് ഇവിടെ ഇത് മതിലിന്റെ ഏരി പോയി തള്ളാൻ പോയി. തല്ലി ഈ വെളുത്തുള്ള സ്കെൽറ്റായിട്ടുള്ള തല്ലി. മെഹനാസ് തല്ലി കഴിഞ്ഞ് ആ ചെറുക്കൻ ഓടിപ്പോയി. ഇങ്ങനെ പോയി.